ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിലുള്ള കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൻമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാമേ. മാങ്ങാക്കറിക്ക് സവാളയേക്കാൾ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയുള്ളിയെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ആവശ്യത്തിന് വേണേൽ പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയെ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറിയുള്ളിയെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ വറ്റൽമുളക് ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. മാങ്ങ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ, ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. അതിനുശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കുകയാകാവൂ. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാനിത് തിളപ്പിക്കുകയില്ല കേട്ടോ. ഇനി ഞാൻ ചൂടാക്കി എടുക്കുകയേ ചെയ്യുള്ളൂ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാമേ. ഇതിൽ ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉലുവ ഇടുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ കറിവേപ്പില ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്